ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അധ്യായം 3. രഹസ്യം ഉപയോഗിക്കുന്നതെങ്ങനെ, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെ. ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിൽ പകർത്തേണ്ട 9 ആശയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ആകർഷണ നിയമം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വാട്ട് എവർ വി ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്ന മനോഹരമായ തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ അധ്യായത്തിലെ 1-ാമത്തെ ആശയം ഇങ്ങനെയാണ്: ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്നിങ്ങനെ ലളിതമായ 3 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും സൃഷ്ടിക്കാൻ ഈ സൃഷ്ടി പ്രക്രിയ നിങ്ങളെ സഹായിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്ന് ഈ 3 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ അധ്യായത്തിലെ 2-ാമത്തെ ആശയം ഇങ്ങനെയാണ്: ആവശ്യപ്പെടുക എന്നാൽ പ്രപഞ്ചത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് സ്വന്തം മനസ്സിൽ വ്യക്തമാക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സിൽ വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു എന്നർത്ഥം. അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിച്ചു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നത് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുതിയ പേനയും ഒരു പുതിയ നോട്ട്ബുക്കും ഇതിനായിട്ട് മാത്രം മാറ്റിവെക്കുക എന്നതാണ്. എന്നിട്ട് നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് വർത്തമാനകാലത്തിൽ ആ നോട്ട്ബുക്കിൽ 1, 2, 3 എന്നിങ്ങനെ എഴുതി വെക്കുക. അതിങ്ങനെയാകാം: ആകയാൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്നിട്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വർത്തമാനകാലത്തിൽ എഴുതുക. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വിശദീകരിച്ചു കൊണ്ട് എഴുതുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. പക്ഷേ അത് എന്താണെന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ടാകണം. അത് നിങ്ങളുടെ മാത്രം ജോലിയാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക: നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വ്യക്തതയില്ല എങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങളായിരിക്കും നിങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുക. അതിനാൽ ജീവിതത്തിൽ ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങൾ മാത്രമായിരിക്കും. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, എന്തുമായി തീരാം, ഒരു പരിമിതിയുമില്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ട സൃഷ്ടി പ്രക്രിയയിലെ ആദ്യപടി എന്നത് ചോദിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ഉറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്. പ്രപഞ്ചത്തോട് ചോദിക്കുക. ഈ അധ്യായത്തിലെ 3-ാമത്തെ ആശയം ഇങ്ങനെയാണ്: വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയുമാണ് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം, ലോ ഓഫ് അട്രാക്ഷൻ അതുമായി ബന്ധപ്പെട്ട ആളുകളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അത് നേടിത്തരുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ചലിപ്പിക്കുന്നു. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കലുണ്ടാവും. അത് വരട്ടെ, അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. എനിക്കതില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്, അത് നിങ്ങളുടെ കൈവശം തന്നെയുണ്ട് എന്ന് മാത്രം ചിന്തിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവരും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ആഗ്രഹിക്കാൻ സ്വയം തയ്യാറല്ല. അത് ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും എന്ന ആശങ്ക മൂലമാണിത്. അല്പം ഗവേഷണം നടത്തിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും, എന്തെങ്കിലും നിറവേറ്റിയിട്ടുള്ളവർ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുള്ളവർ ആരും തന്നെ അതെങ്ങനെ സാധിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത്. അവർ അത് ചെയ്യും എന്ന് മാത്രം അവർക്കറിയാമായിരുന്നു. അത് എങ്ങനെ വരിക എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പ്രപഞ്ചം എങ്ങനെ അതിനായി സ്വയം ക്രമീകരിക്കുമെന്നും നിങ്ങൾ അറിയേണ്ടതില്ല. എങ്ങനെയാണത് നടക്കുക, പ്രപഞ്ചം എങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചു തരും എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ജോലിയല്ല. പ്രപഞ്ചം അത് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തുകൊള്ളും. ഈ അധ്യായത്തിലെ 4ാമത്തെ ആശയം ഇങ്ങനെയാണ്: സ്വീകരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ 3ാമത്തെ ഈ ഘട്ടത്തിൽ ആഗ്രഹം, അതായത് നമ്മൾ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അതേ വികാരാനുഭവം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അനുഭവിച്ചറിയണം. ആ സുഖാനുഭൂതി നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ വസ്തുവിൻ്റെ സമാനമായ തരംഗത്തിൽ പ്രപഞ്ചം നിങ്ങളെ കൊണ്ടെത്തിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന നിയമത്തിലെ 3ാമത്തെ സ്റ്റെപ്പാണിത്, സ്വീകരിക്കുക എന്നത്. നമ്മൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയില്ലേ? ആഗ്രഹിച്ചത് നമ്മുടെ കയ്യിലെത്തിയാൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്നോ അത്രത്തോളം സന്തോഷിക്കണം. ആ വികാരം അപ്പോൾ ഉണ്ടാകണം. ഈ പ്രക്രിയയിൽ നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ സന്തോഷം തോന്നുക എന്നത് സുപ്രധാനമാണ്. നമ്മുടെ മനസ്സിൽ നല്ലൊരു സുഖം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക്, ആ തരംഗദൈർഘ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഈ അധ്യായത്തിലെ 5ാമത്തെ ആശയം ഇങ്ങനെയാണ്: ശരീരഭാരം കുറയ്ക്കാൻ ഭാരം കുറയ്ക്കുക എന്നതിലല്ല നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, മറിച്ച് എനിക്ക് ലക്ഷണമൊത്ത ശരീരമുണ്ട് എന്നതിലാണ്. ലക്ഷണമൊത്ത ശരീരമുള്ള അവസ്ഥയിലെ ആ വികാരം അനുഭവിക്കുക. അപ്പോൾ നിങ്ങൾ ആ അവസ്ഥയെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തും. ഈ അധ്യായത്തിലെ 6ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യക്ഷമാകാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ നേടിയെടുക്കാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല. 1 രൂപ പ്രത്യക്ഷപ്പെടുന്നതും 1 കോടി രൂപ പ്രത്യക്ഷപ്പെടുത്തുന്നതും ഒരുപോലെ എളുപ്പമാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ നേടിയെടുക്കാൻ എത്ര സമയമെടുക്കും? 30 മിനിറ്റ് അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 30 ദിവസം എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു നിയമാവലിയും ഇന്നില്ല. അത് നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ പൊരുത്തപ്പെടുന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കും. ഈ അധ്യായത്തിലെ 7ാമത്തെ ആശയം ഇങ്ങനെയാണ്: 1 കപ്പ് കാപ്പി അല്ലെങ്കിൽ കാർ നിർത്താൻ നിങ്ങൾക്കൊരു പാർക്കിംഗ് സ്ഥലം എന്നിവ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച്
നിങ്ങൾ ആകർഷണ നിയമം പ്രവർത്തിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫലപ്രദമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ അനുഭവിച്ചറിയാം. എന്തെങ്കിലും ചെറിയ കാര്യത്തെ ആകർഷിക്കാൻ ശക്തമായിട്ട് തീരുമാനിക്കുക. ആകർഷിക്കാനുള്ള നിങ്ങളുടെ ശക്തി അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. ഈ അധ്യായത്തിലെ 8ാമത്തെ ആശയം ഇങ്ങനെയാണ്: ഇന്നത്തെ ദിവസം എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ അതിനെ മുൻകൂറായി സൃഷ്ടിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബോധപൂർവം സൃഷ്ടിക്കാൻ കഴിയും. ഈ അധ്യായത്തിലെ 9ാമത്തെ ആശയം ഇങ്ങനെയാണ്: അലാവുദ്ദീനും അത്ഭുത വിളക്കും. അതിലെ ഭൂതത്തെപ്പോലെ ആകർഷണ തത്വം നിങ്ങളുടെ എല്ലാ കൽപ്പനകളും നിറവേറ്റിത്തരും. നമുക്കറിയാം, അലാവുദ്ദീനിലും അത്ഭുത വിളക്കിലും ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം, അതിലുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് അതിമനോഹരമായ ഈ കഥ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏതാഗ്രഹവും നിറവേറ്റിത്തരുന്നു. ആകർഷണ നിയമം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ ആണ് ആ ഭൂതം. അതെല്ലായ്പ്പോഴും സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എന്ന് ഭൂതം കരുതുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രപഞ്ച നിയമം. നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ യജമാനൻ. നിങ്ങളെ സേവിക്കുകയാണ് ഭൂതത്തിൻ്റെ കടമ. നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉടനെ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നു. ആ ഭൂതം തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി നിങ്ങൾക്കായിട്ട് തെളിഞ്ഞു വരും.